ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ടപ്പോൾ അങ്ങനെ ഹീറോയ്ക്ക് അത് കേട്ട് ഹീറോയ്ക്ക് മനസ്സ് തുടങ്ങി. അങ്ങനെ കയറിയിട്ട് അവിടെ നിന്ന് പോയി. മച്ചി സാർക്ക് മാരേജ് ആയി വൈഫെന്ന് പറഞ്ഞു കേട്ടെന്ന് സാഡായിട്ട് പറയാൻ തുടങ്ങി. വിഷമിക്കണ്ടടി അങ്ങനെ പറഞ്ഞു. അങ്ങനെ മനസ്സ് തുടങ്ങി. അങ്ങനെ കുറച്ച് ഡേയ്സ് പോയി. അങ്ങനെയായിട്ട് അങ്ങനെ പഠിക്കാൻ നന്നായിട്ട് തുടങ്ങിയായിരുന്നു ഹീറോയി. അങ്ങനെയായിട്ട് അങ്ങനെ ജിന്നിന് ഇങ്ങനെ ഇതായി ചെയ്യുന്നത് 6 ക്ലാസ്. അങ്ങനെ അതെ +2 എത്തി. അങ്ങനെ +2ക്ക് ഒരു പുതിയ പ്രൊഫസർ. അങ്ങനെയായിട്ട് ആറാം ജിൻ ഓൾറെഡി അവിടുന്ന് പോയി ശുഗം ജിൻ ഓൾറെഡി അവിടുന്ന് പോയായിരുന്നു. ഇപ്പോൾ വേറെ പ്രൊഫസറാണ്. അങ്ങനെയായിട്ട് അങ്ങനെ ഹായ് സ്റ്റുഡൻസ്, മൈ നെയിം ഈസ് ഞാൻ എൻ്റെ പേര് ഇതാണ് എന്ന് പറഞ്ഞു. ഐ എം ജെ ഹോപ്പ്. ഹായ് ഐ എം എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും ക്ലാസ് നന്നായി എടുക്കുമായിരുന്നു. ഹീറോയ്ക്ക് കുറച്ച് ഹറമിന് ജേഹബിന് നന്നായിട്ട് പിടിക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ഹറം ജേഹബ് ഒരുപാട് ഇഷ്ടപ്പെടുമായിരുന്നു. അങ്ങനെ ഹറം പ്രപ്പോസ് ചെയ്യാൻ അയച്ചു പോയി. ഒരു കുട്ടി പ്രപ്പോസൽ ഹറം പറഞ്ഞു എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഞാനൊരു സീനിയറായിരുന്നു പ്രപ്പോസ് ചെയ്തത്. +2 അതന്നെ എനിക്ക് കുട്ടിയാണ്. അങ്ങനെയായിട്ട് അറാം പറഞ്ഞു. അവിടെ പോയി ശരി ഇയാൾക്ക് പ്രപ്പോസ് ചെയ്യാല്ല. അറാം പറഞ്ഞു എനിക്ക് ഗേൾ ഫ്രണ്ട് ഒന്നും പറഞ്ഞു. ഇത് മനസ്സോടെ ജേഹബ് പ്രപ്പോസ് ചെയ്യാൻ നോക്കി. അപ്പോൾ ജേഹബുക്കും കുറച്ച് ഡേയ്സിന് അറാമാക്കും ജേഹബ് പ്രപ്പോസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ പോകുമ്പോൾ ഒരു കുട്ടി പ്രപ്പോസ് ചെയ്തു. ജേഹബ് പറഞ്ഞു സോറി പാം, എനിക്ക് ആളുടെ ഫിയാൻസി ഉണ്ട്. ജേഹബ് പറഞ്ഞു. ഇതുകൊണ്ട് മനസ്സൊരു പറയാൻ തുടങ്ങി. മച്ചി എനിക്കൊന്നു 4 ബ്രേക്കപ്പ് ആയിടി മച്ചി എനിക്ക് അറിയാൻ തുടങ്ങി. എടി 4 ബ്രേക്കപ്പ് എന്തടി? അതൊരു എനിക്കൊരു ഫീലിംഗ് ആയിരുന്നു മച്ചി, അതും പോയി എന്ന് ഫ്രണ്ട്സിനടുക്ക് അറിയാൻ തുടങ്ങി. അങ്ങനെ റോസ് സമാധാനമൊക്കെ തുടങ്ങി. വിഷമിക്കണ്ടടി. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി. മച്ചി ഇപ്പം ഞാൻ 12th എത്തി. ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഫ്രണ്ട്സോട് പറയാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ 12th കഴിഞ്ഞു. ഫസ്റ്റ് ഇയർ കോളേജ് ജോയിൻ ചെയ്തു. അങ്ങനെയായിട്ട് ജിമിൻ വന്നു. ജിമിൻ പ്രൊഫസർ. ഹായ് ഐ മിസ് ജിമിൻ. ജിമിൻ ക്ലാസ് എടുക്കാൻ തുടങ്ങിയായിരുന്നു. ജിമ്മിനെ ഹീറോയ്ക്ക് പിടിച്ചായിരുന്നു. മൂന്ന് പേര് പ്രൊഫസറായിരുന്നു. ജിമിൻ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു. ഇംഗ്ലീഷ് അല്ല, സയൻസ് പ്രൊഫസറായിരുന്നു ജിമിൻ. ജിമിൻ നന്നായിട്ട് പഠിപ്പിക്കുമായിരുന്നു. അതുമാത്രമല്ല വി വന്നു. വി പറഞ്ഞ് ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു. നന്നായിട്ട് പഠിപ്പിച്ചായിരുന്നു. മാത്സ് പ്രൊഫസർ. അങ്ങനെയായിട്ട് അങ്ങനെ ഓരോന്നവർ പഠിപ്പിക്കാൻ തുടങ്ങി. ഫസ്റ്റ് ഞാൻ നന്നായിട്ട് പഠിപ്പിക്കുമായിരുന്നു. ഹീറോയ്ക്ക് 3 പേരെ ഇഷ്ടപ്പെട്ടായിരുന്നു. സാറിൽ ക്രഷായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാക്കുമായിരുന്നു. അങ്ങനെയായിട്ട് ഒരു പെണ്ണ് പറഞ്ഞതിന് മച്ചി ഇവളോട് വിടാം, നീ പ്രപ്പോസ് ചെയ്ത് മച്ചി എനിക്ക് ക്രഷായിരുന്നു. അങ്ങനെ ഒരു കുട്ടി പ്രപ്പോസ് ചെയ്തു. അങ്ങനെ അവർ 3 പേരെ കണ്ടക്കാതെ ഹീറോയിസ് കണ്ടത് സൈറ്റ് അടിക്കും മാത്രമേ ഒന്നും പ്രപ്പോസും ഒന്നും ചെയ്തില്ല. 3 എനിക്ക് ഓൾഡ് പ്രപ്പോസലിന് ബ്രേക്കായി. ന്യൂസിൽ ക്രഷിനിക്കേട്ട് അങ്ങനെ ഹീറോയി കണ്ടക്കാതെ പോയായിരുന്നു. അങ്ങനെയായിട്ട് കോളേജ് ഗ്രാജുവേറ്റായി. മച്ചി ഞാൻ ഗ്രാജുവേറ്റായി. ഭയങ്കര ഹാപ്പിയായിരുന്നു. ഹീറോയിൻ മോം ഡാഡി വന്നായിരുന്നു. ഗ്രാജുവേറ്റായി. അങ്ങനെയായിട്ട് നന്നായിട്ട് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ റോസ് ഇങ്ങനെ കണ്ടക്കാതിരുന്നായിരുന്നു. 7 ബോയ്സിനെ കണ്ട് റോസൊക്കെ ഷോക്കായി. അർജുൻ അതെ ഇപ്പോൾ റോസിൻ്റെ ബോയ് ഫ്രണ്ട് അർജുനാണ്. അർജുൻ അത് പ്രൊഫസറല്ലടാ അർജുൻ. അതെ റോസ്, അത് നമ്മുടെ പ്രൊഫസറല്ലേ, ഫസ്റ്റ് പ്രൊഫസർ. എടാ നമ്മൾ സ്കൂൾ പ്രൊഫസർ, ഇത് കോളേജ് പ്രൊഫസർ, ഒരു ഫ്രണ്ട്സാ. എല്ലാവരും ചെറിയ സംസാരിക്കാൻ തുടങ്ങി. ഇത് പ്രിയക്ക് അറിയിക്കണം. പ്രിയ അങ്ങോട്ട് നോക്കുമ്പോൾ പ്രൊഫസർ. യെസ് എടി, ഇത് നമ്മളെ കോളേജ് സ്കൂൾ പ്രൊഫസർ ഫ്രണ്ട്സാടി. അതെടി ഞാൻ പറഞ്ഞിട്ടുള്ളടി, ഒരു കൊറിയൻ ആണ്, അതുകൊണ്ട് പ്രൊഫസർ. ശരി കൊണ്ട് കഥയിരിക്കാം. അങ്ങനെ പ്രൊഫസർ എല്ലാവരും സ്മൈൽ ചെയ്ത് സംസാരിക്കാമായിരുന്നു. 7 പ്രൊഫസർ ഹീറോയിനെ നോക്കി സ്മൈൽ ചെയ്ത് പറയുന്നതാണ് കൺഗ്രസ് മാ, നന്നായിട്ട് പഠിച്ചായിരുന്നു. അങ്ങനെ സ്മൈൽ ചെയ്ത് പറഞ്ഞായിരുന്നു. സാർ എന്താ പ്രിയ? സാർ പ്രിയ പറയുന്നു. സാർ ഒരു കാര്യം പറയാനുണ്ട് സാർ. പ്രിയ പറഞ്ഞു.
പ്രിയ പറയുന്നു, നാളെ എനിക്ക് ബർത്ത്ഡേ ആണ് സർ. എല്ലാവരും ഷോക്കായി. എന്താ ബർത്ത്ഡേ ആണോ? അതെ സർ എന്ന് പറഞ്ഞു എഴുവർ. ഓക്കെ, അഡ്രസ്സ് പറഞ്ഞു. ശരി, ഓക്കെ, ഞാൻ വരാം എന്ന് പറഞ്ഞു. എഴുവർ സ്മൈൽ ചെയ്ത് പോയിരുന്നു. എടി മച്ചി, എന്താടേ പറയാ? അതടിയില്ല എടി, എൻ്റെ നാളെ ബർത്ത്ഡേ ആണ്. അങ്ങനെ ഹീറോയിൻ്റെ നാളെ ബർത്ത്ഡേ. എഴുവർ വന്നിരുന്നു ഗിഫ്റ്റ് എടുത്തുകൊണ്ട് ഹീറോയിൻ്റെ വീട്ടിൽ വന്നു. ഹീറോയിൻ്റെ മോം ഡാഡി പറയാൻ തുടങ്ങി, എല്ലാവരും കേട്ടോ, എൻ്റെ മകൾ പ്രിയ, എല്ലാവർക്കും അറിയും. അതുമാത്രമല്ല എല്ലാവരോടും പറയാനുണ്ട്, എൻ്റെ മോൾക്ക് മാരേജാണ്. അതെ, ഇന്ന് അതെ മാരേജാണ് പറഞ്ഞു. ഇന്ന് എൻഗേജ്മെൻ്റാണ്, സ്റ്റിൽ മാരേജാണ് അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഏഴൊരു ഷോക്കായി. എന്ത് മാരേജാണോ? ഇന്ന് എൻ്റെ മോൾക്ക് എൻഗേജ്മെൻ്റ്, എൻ്റെ ബർത്ത്ഡേ. പ്രിയയ്ക്ക് ഷാക്കായിരുന്നു. ആദി ആൻറ്റി രണ്ടുപേർക്ക് റിംഗിൽ മാറ്റം പറഞ്ഞായിരുന്നു ഹീറോയ്ക്ക്. അയ്യോ അച്ഛനമ്മ ശരി സ്മൈൽ ചെയ്ത് റിംഗ് ഇട്ട്. ഏഴുപേർ ബാങ് നോക്കി ഹീറോയിനൊക്കെ ഒരു റിയാക്ഷനില്ല. ഹീറോയിൻ്റെ ഫ്രണ്ട്സ് ശ്രദ്ധിച്ചുകൊണ്ടായിരുന്നു. 7 ഹീറോമാർ. അങ്ങനെ എൻഗേജ്മെൻറ്റുമായി, സ്റ്റൈൽ മാരേജ്, ഇങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ആയിട്ട് മാരേജ് ഡേറ്റ് വന്നായിരുന്നു. അങ്ങനെ ആയിട്ട് മാരേജ് ഡേയ്സ്. എന്താടി കഷ്ടമാണല്ലടി. അങ്ങനെ 7 ഫ്രണ്ട്സ് പറയായിരുന്നു. എന്തായാലും മച്ചി, അങ്ങനെ 7 ഫ്രണ്ട്സ് അങ്ങനെ പറഞ്ഞാൽ അത് 7 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു ഹീറോയിൻ്റെ. ഓൺലൈൻ ഫ്രണ്ട്സാണ്, അവരെല്ലാം വേറെ വേറെ പ്ലേസിലാണുള്ളത്. അങ്ങനെ പറയാൻ തുടങ്ങി. മച്ചി എടി, നീ എന്ത് പ്രശ്നം? ഒന്നുമില്ലടി, കഷ്ടമാണ് പറഞ്ഞു. അങ്ങനെ മാരേജ് ഡേയ്സ് വന്നു. അങ്ങനെ മാരേജ് സാരി കൊടുത്ത് എന്നെ കല്യാണ പെണ്ണ് പോകാൻ തുടങ്ങിയായിരുന്നു മണ്ഡപത്തിൽ. അങ്ങനെ ഹീറോമാർ 7 ഹീറോമാരും വായ് വന്ന് നോക്കും, വാവ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞായിരുന്നു. ഈ ഫോട്ടോത്തിൽ കാണുമ്പോൾ ഞാൻ ഹെയർ സ്റ്റൈൽ, ഇപ്പോൾ ഹെയർ സ്റ്റൈൽ ഇപ്പോൾ ചേഞ്ച് ആയിരുന്നു. അങ്ങനെയായിട്ട് സ്റ്റേജിൽ പോയിട്ട് ഇരിക്കാൻ പോകുമ്പോൾ